യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ്. ദൈവം ധാരാളം നന്മകൾ കൊണ്ട് ഈ ദിനം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന ഒരു വലിയ പ്രശ്നമാണ്, എന്തുകൊണ്ട് എനിക്ക് ഈ സ്ഥിതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഴിയും തോറും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും, ഒരു അഭിവൃദ്ധിയില്ല. എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ച് സമ്പത്ത് കൂട്ടിവെച്ചാലും ഓരോ ദിനം കഴിയും തോറും അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബിസിനസ്സിൽ തകർച്ച, ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല, ജീവിതമാകെ തളർന്നു പോകുന്നു എന്നൊരവസ്ഥ. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ ഇടയ്ക്ക് കാണാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നല്ല കടയൊക്കെ, അവൻ്റെ പിതാവ് വലിയൊരു കടയൊക്കെ ഇട്ട് അതിൽ നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സ്കൂളിൽ വരുമായിരുന്നു. അസൂയ തോന്നിയിട്ടുണ്ട് അവൻ വരുമ്പോഴൊക്കെ. പക്ഷേ പിന്നീട് ഇടക്കാലങ്ങൾ അവനെ കാണാനായിട്ട് ആയപ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ പരിതാപാവസ്ഥയെക്കുറിച്ച് ഓർത്ത് സങ്കടം തോന്നി. കാരണം ധാരാളം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, വസ്തു ഉണ്ടായിരുന്നു, മനോഹരമായൊരു ഭവനമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവൻ തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ അവൻ ഷെയർ മാർക്കറ്റിൽ സമ്പത്തിടാൻ തുടങ്ങി. അത് നഷ്ടമുണ്ടായി. ഉണ്ടായിരുന്നതെല്ലാം അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് മീൻ കച്ചവടം തുടങ്ങി. പിന്നീട് ഓരോരോ ബിസിനസ്സുകൾ മാറി മാറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിലും പച്ച പിടിച്ചില്ല. ഇപ്പോഴവൻ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അവൻ മാറുകയാണ്. വചനം ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇപ്രകാരം ചോദിക്കുന്നു: നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമെന്ന് വചനം പറയുന്നു. വചനം ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. എന്താ കാരണം? നിങ്ങൾ ഏറെ വിതയ്ക്കുന്നു. തിരുവചനത്തിൽ ഇപ്രകാരം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 21 പറയുന്നു: തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായിത്തീർന്നു. നമ്മളൊക്കെ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, എല്ലുമുറിയെ പണി ചെയ്ത് പല്ലുമുറിയെ തിന്നാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വചനം ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നത് പോലെ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കുക എന്ന് പറയും. കഷ്ടപ്പാടുകളുണ്ട് ജീവിതത്തിൽ. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നീ അത് വിനിയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിനക്ക് ഏറെ വിതച്ചു, പക്ഷേ നിനക്ക് ലഭിക്കുന്നതെല്ലാം കാട്ടുമുന്തിരി. നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് നിലമുഴുന്നു, വിത്ത് പാകുന്നു, ലഭിക്കുന്നത് എന്താണ്? മുള്ളുകളും മുൾച്ചെടികളും. എന്തുകൊണ്ടായത്? ദൈവത്തെ നമ്മൾ മറന്നു. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നീ ഏറെ വിതച്ചു, കൊയ്യുന്നത് കുറച്ച് മാത്രം. വചനം പറയുന്നു: നീ ഏറെ ഭക്ഷിക്കുന്നു, പക്ഷെ തൃപ്തി വരുന്നില്ല. ഭക്ഷിക്കുന്നവന് ഏവനാ തൃപ്തി വരുന്നത്? ഏകഭുക്തോ യോഗി, ദ്വിഭുക്തോ ഭോഗി, ത്രിഭുക്തോ രോഗി, ചതുർഭുക്തോ ദ്രോഹി. ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗിയ, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗ്യ, 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗിയ, 4 നേരം ആഹാരം കഴിക്കുന്നവൻ അപരൻ്റെ ആഹാരം കട്ടെടുത്ത് കഴിക്കുന്ന ദ്രോഹി എന്ന വചനം പറയുക. മാറി മാറി നമ്മൾ കഴിക്കുന്നില്ലേ? കുഴിമന്തി കഴിക്കുന്നു, നമ്മൾ ചിക്കൻ ഉലത്തിയത് കഴിക്കുന്നു, അങ്ങനെ പല വിധത്തിലുള്ള ആഹാരമൊക്കെ നമ്മൾ കഴിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? ഓരോ ദിവസം മാറി മാറി ആഹാരം പാനം ചെയ്ത് കഴിച്ചിട്ടും മനുഷ്യന് തൃപ്തി വരുന്നില്ല. മനുഷ്യർ അധ്വാനിച്ചുണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് അവന് തൃപ്തനാകുന്നില്ല. വീണ്ടും വചനം എന്താ പറയുന്നത്? പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. എന്താ? കുടിച്ചിട്ട് എന്താ നിനക്ക് തൃപ്തി വരാത്തത്? വെറൈറ്റി കാര്യങ്ങളില്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന? ഓരോ പ്രാവശ്യമായിട്ട് മാറി മാറി മനുഷ്യൻ അപ്രകാരം ചെയ്തിട്ടും അവന് തൃപ്തനാകുന്നുണ്ടോ? തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ തിരുവചനം 5:20 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു: തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും
അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തി കുടിക്കുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ജീവിതത്തെക്കുറിച്ച് വചനം 24 പറയുന്നു, തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ലുപോലെ അവിടെ വേര് ചേർന്നിക്കും. പ്രിയപ്പെട്ടവരെ, നീ പലവിധമായ ഈ തിന്മ ചെയ്ത് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും നീ ഗണിച്ചാൽ, വിചാരിച്ചാൽ മക്കളെ, നമ്മുടെ ജീവിതം തകർന്നു പോകും. തിരുവചനം വീണ്ടും 24 യെശയ്യാ പ്രവാചക പുസ്തകം 4 അധ്യായത്തിൽ ഇപ്രകാരം 11 വാക്യം പറയുന്നു, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പ്രിയപ്പെട്ട മക്കളെ, നിൻ്റെ കുടുംബത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും സ്ഥാനം കൊടുത്ത് നീ മദ്യവും മയക്കുമരുന്നും നിൻ്റെ ഭവനത്തിന് കൊണ്ടുവന്ന് നീ അത് പാനം ചെയ്താൽ നിൻ്റെ കുടുംബം തകർന്നു പോകും. കാരണം ഓരോ ഭവനവും ദൈവത്തിൻ്റെ ആലയങ്ങൾ പോലെയാണ്. ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധമായ സ്ഥലമാണ് നിൻ്റെ ഭവനം എന്ന് പറയുന്നത്. അവിടെ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ നീ ചെയ്യുന്നതിലൂടെ നിൻ്റെ കുടുംബം നാശത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് വചനം വ്യക്തമാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട, നീ പാനം ചെയ്തു, പക്ഷേ നിനക്ക് തൃപ്തി വന്നു ഇല്ല. അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കുക. വീണ്ടും വചനം പറയുന്നു, നീ വസ്ത്രം ധരിക്കുന്നു, പക്ഷെ കുളിര് മാറുന്നില്ല. കാരണം എന്താണ്? നമ്മളൊക്കെ പറയും നമ്മൾ വസ്ത്രം ധരിക്കുന്നു, പക്ഷേ ഇന്നത്തെ തലമുറ വസ്ത്രം ധരിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കീറിയ വസ്ത്രം ധരിച്ചാൽ കീറിയ വസ്ത്രത്തിൽ നമ്മൾ തുന്നിച്ചേർത്തിട്ടില്ല, നമ്മൾ കിട്ടുകൊണ്ട് പോകത്തില്ല. ഇന്നത്തെ തലമുറയ്ക്ക് നല്ല മനോഹരമായ വസ്ത്രമൊക്കെ, ധാരാളം വസ്ത്രം അവരുടെ മാതാപിതാക്കൾ അവർക്കായി വാങ്ങിക്കൊടുത്തു. പക്ഷേ ഇന്ന് അവരെന്താ ചെയ്യുന്നത്? തങ്ങളെ അട്രാക്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ വസ്ത്രത്തെ കീറിയിട്ട് നടക്കുന്ന, വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അത്രയ്ക്ക് വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രാധാരണമല്ലേ നടക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, വസ്ത്രം ധരിക്കുന്നു, പക്ഷെ ആർക്കും കുളിര് മാറുന്നില്ല. വീണ്ടും പറയുന്നു, അധ്വാനിച്ച് കൊണ്ടുവരുന്ന സമ്പത്ത്, നീ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സമ്പത്ത് നീ അത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് എവിടെയാണ്? ഓട്ടസഞ്ചിയിൽ. ഈ സഞ്ചിയിൽ നീ നിക്ഷേപിക്കുക, അതിൻ്റെ അറ്റം ഓട്ടയാണ്. ഇടുന്നതൊന്നും കിടക്കുന്നില്ല, അതെല്ലാം ചോർന്നു പോകുന്നു. രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിലൂടെ നീ കൊണ്ടുവന്ന് നേടാമെന്ന് നീ കരുതി വെച്ച് കൂട്ടി വച്ചിരിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? വചനം ചോദിക്കുന്നു, നിൻ്റെ സ്ഥിതിയെപ്പറ്റി നീ ചിന്തിക്കണം. നീ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും ഈ ദുരിതങ്ങളും ദൈവത്തെ മറന്ന് നീ ജീവിച്ചത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ വചനത്തെ മറുതലിച്ച് നീ നിന്നിൽ ആശ്രയിച്ച് ജീവിച്ചു, ദൈവത്തെ മറന്നു. തിരുവചനത്തിൽ വ്യക്തമായിട്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായത്തിൽ 13 വാക്യം പറയുന്നു, എൻ്റെ ജനം, എൻ്റെ പ്രിയപ്പെട്ട ജനം 2 തിന്മകൾ ചെയ്തു. 1 തിന്മ, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുടിച്ചു എന്നാണ് പറയുക. ജീവൻ്റെ ഉറവയായ ദൈവത്തെ മറന്നു. നിനക്ക് ജീവൻ നൽകുന്ന ഉറവയായ ശക്തനായ ദൈവത്തെ നമ്മൾ മറന്നുപോയില്ലേ? ആരായി ദൈവമെന്ന് പറയുന്നത്? ആകാശസീമകളെ ചാണിൽ ഒതുക്കുന്ന ദൈവം, ഭൂമിയിലെ പൊടിയെ അളവ് പാത്രം ഉൾക്കൊള്ളിക്കുന്ന ദൈവം, പർവ്വതങ്ങളെ വെള്ളിക്കോലിൽ അളക്കുന്ന ദൈവം, കുന്നുകളെയും മലകളെയും തുലാസിൽ തൂക്കുന്ന ശക്തനായ ദൈവത്തെ മനുഷ്യൻ മറന്ന് അന്ധകാരത്തിലേക്ക് പോയതല്ലേ അവൻ്റെ തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരം 1 അധ്യായത്തിൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നത്? അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മാറി പ്രശ്നങ്ങൾ വരുന്നതിനെക്കുറിച്ച് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 അധ്യായം 4 പറയുന്നു, വീട്ടിൽ
ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. എന്തുകൊണ്ടാണ്? മാറി മാറി പ്രശ്നങ്ങൾ, ഒന്ന് മാറി ദുരിതങ്ങൾ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു രോഗം മാറും മറ്റൊരു രോഗം വന്നു. ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മാറി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു ശമനം എവിടെയാണ്? പ്രിയപ്പെട്ട മക്കളെ, ശമനം ഒന്ന് മാത്രമുള്ളൂ. ദൈവത്തിലേക്ക് തിരിയുക. നിനക്ക് ജീവൻ നൽകി നിന്നെ സൃഷ്ടിച്ച, തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനുഷ്യർ മറന്നുപോയതാണ് നിൻ്റെ ജീവിതത്തിലെ ഈ തകർച്ചകൾക്കെല്ലാം കാരണം. അതുകൊണ്ട് ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല. അതാണ് യഥാർത്ഥ സത്യമെന്ന് പറയുന്നത്. ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നീ മറന്നു, ദൈവത്തിൻ്റെ കൃപകളെ മറന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം 59 അധ്യായത്തിൽ വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 59 അധ്യായത്തിൽ ദൈവത്തെ മറുതലിച്ചതാണ് ഇന്നത്തെ തകർച്ചയ്ക്കെല്ലാം കാരണം. വചനം 2 മുതൽ 59 2 മുതൽ വാക്യങ്ങൾ പറയുന്നു: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നീ ചെയ്തു കൂട്ടിയ പാപം, നീ ചെയ്തു കൂട്ടിയ തിന്മ ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. വചനം പറയുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിൻ്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. അതിനാൽ മക്കളെ, നമുക്ക് തിരിയാം, ദൈവത്തിങ്കിലേക്ക് തിരിയാം. കാരണം വചനം പറയുന്ന 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇന്ന് നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരിതങ്ങൾ നമ്മൾ ദൈവത്തെ മറന്നതുകൊണ്ടും നമ്മളിലേക്ക് ചുരുങ്ങിക്കൂടി സ്വാർത്ഥമതികളായതുകൊണ്ടും അഹങ്കാരികളായതുകൊണ്ടും തന്നെയാണ്. അതുകൊണ്ട് ദൈവം തന്നതല്ലാതെ എന്താ നമുക്കുള്ളത്? ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. നിനക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. അതിനാൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, അവിടുത്തെ മകനെന്ന് മകളെന്ന് വിളിക്കാനുള്ള യോഗ്യത എന്നിലില്ല എന്ന് തിരിച്ചു വന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ദൂർത്തനെപ്പോലെ ദൈവത്തിന് മുമ്പിലേക്ക് നമുക്കും അനുതാപത്തിൻ്റെ മിഴികളിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് പൊറുക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, തിരുവചനം ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം 2-ാമത്തെ അധ്യായത്തിൽ വചനം 23 മുതൽ വചനം പറയുന്നു: സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിപ്പിച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ നിന്ന് എണ്ണയും കവിഞ്ഞൊഴുകും. വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ കുറവുകളെ നീ ഏറ്റുപറയുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ വേദനയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. തിരുവചനത്തിൽ
സങ്കീർത്തനങ്ങൾ പുസ്തകത്തിൽ ദാവീദ് 32-ാമത്തെ സങ്കീർത്തനങ്ങൾ ഇപ്രകാരം 2 മുതൽ വാക്യങ്ങൾ പറയുന്നു. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. മക്കളെ, ഇന്ന് നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദൈവത്തെ മറന്ന് നീ നിന്നിലേക്ക് തിരിഞ്ഞു, പാപം ചെയ്തു. അതാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് നിൻ്റെ സ്ഥിതിയെപ്പറ്റി നീ ചിന്തിക്കുവാൻ. ഏറെ വിതച്ചു, കൊയ്യുന്നത് കുറച്ച് മാത്രം. ഏറെ ഭക്ഷിക്കുന്നു, പക്ഷെ തൃപ്തി വരുന്നില്ല. ഏറെ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിക്കുന്നു, കുളിര് മാറുന്നില്ല. നീ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു, പക്ഷെ അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. അതിനാൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നിന്നെ മനസ്സിലാക്കുന്ന നിൻ്റെ ദൈവം നിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നിനക്ക് നന്മയും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അന്ധമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുദിന ജീവിതത്തിൽ നിന്നെ മറന്ന് സ്വാർത്ഥതയിലും കർത്താവേ ഞങ്ങളാകുന്ന സന്തോഷങ്ങളിലും ഞങ്ങളാകുന്ന ലൗകിക സുഖങ്ങളിലും സുഖലോലുപതയിലുമൊക്കെ മതിമറന്ന് ജീവിച്ചു പോയി. നിന്നെ പലപ്പോഴും ഞങ്ങൾ ഉപേക്ഷിച്ചു പോവുകയും കർത്താവ് നിൻ്റെ സ്നേഹത്തെ മറന്നു പോവുകയും ചെയ്തു. ദൂർത്തനെപ്പോലെ തിരിച്ചു വന്ന് ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടെ നിന്നിൽ ഒന്നായിത്തീരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.